ഗുഡ് മോർണിംഗ് എവരിവൺ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മോർണിംഗ് മണിയിലേക്ക് ഇവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ മോർണിംഗ് മണിയുടെ തലവാചകം മാരകമായ ഭിന്നത എന്നാണ്. ഇന്നത്തെ ആധാരവാക്യം എടുത്തിരിക്കുന്ന സദൃശവാക്യങ്ങൾ 14:12 ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണ വഴികളത്രേ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രയെന്നാണ്. സൂര്യോദയം ഭംഗിയായി കാണുന്ന സംസ്ഥാനമാണ് ഫ്ലോറിഡ. ബീച്ചുകൾക്കും ഓറഞ്ചുകൾക്കും ഒക്കെ പേര് കേട്ട സ്ഥലം കൂടെയാണ് ഫ്ലോറിഡ. എന്നാൽ അമേരിക്കയിലെ ഏറ്റവും മാരകമായ ചില ഹൈവേകളും തന്നെ ഇവിടെ ഉണ്ട് എന്നാണ്. ഏറ്റവും അപകടകരമായ പാതയിൽ 10ൽ 6 ഫ്ലോറിഡയിലാണ് എന്നുള്ളതാണ്. US വന്ന പാതയാണ് ഏറ്റവും മോശമെന്ന് നമ്മൾ കാണുന്നുണ്ട്. നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് 544 മൈൽ നീളമുള്ള ടാർ പതിച്ച റോഡ് കഴിഞ്ഞ ദശകത്തിൽ 1011 മാരകമായ കൂട്ടിയിടികൾക്കും 1079 മരണങ്ങൾക്കും കാരണമായി തീർന്നുവെന്ന് കണക്കുകൾ കാണുന്നുണ്ട്. എന്നാൽ ഫ്ലോറിഡയിലെ വാഹനങ്ങൾക്ക് മുതിർന്ന ഡ്രൈവറെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് പലപ്പോഴും അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ സന്ദേശങ്ങൾ അയക്കുന്നതിന് തന്നെ നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ലാത്ത സ്ഥലം കൂടെയാണ് ഫ്ലോറിഡ എന്ന് നമ്മൾ ഓർക്കണം. മറുവശത്ത് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ ഹൈവേ റോഡ് ഐലൻഡിന്റെ 195 ഇത് ഫ്ലോറിഡയിലെ US 2.78 റോഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 1 മില്യൺ വാഹനങ്ങൾക്ക് 0.1 മാരകമായ ക്രാഷുകൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്ന് കാണുന്നുണ്ട്. തന്റെ ജനം സ്വർഗത്തിലേക്കുള്ള ശരിയായ പാതയിലൂടെ സഞ്ചരിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് എത്തിച്ചേരണം, സ്വർഗത്തിന്റെ പാതയിലേക്ക് നയിക്കപ്പെടണം, എന്താണ് തിരുവചനത്തിലൂടെ സഞ്ചരിക്കണം എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ കർത്താവിന്റെ പദ്ധതി എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം 17 വാക്യം ഇങ്ങനെ പറയുന്നു: സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു എന്നാണ്. അപ്പൊ സത്യത്തിന്റെ വഴിയിലൂടെ വിശുദ്ധീകരണത്തിലൂടെ നടക്കുമ്പോഴാണ് സ്വർഗീയ പാതയിലേക്ക് എത്തപ്പെടുന്നതെന്ന് യോഹന്നാൻ നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നാൽ യോബിന്റെ പുസ്തകം 23 അധ്യായം 11 വാക്യത്തിലേക്ക് പോകുമ്പോൾ എന്റെ കാലടി അവന്റെ ചുവട് പിന്തുടർന്ന് ചെല്ലുന്നു, ഞാൻ വിട്ടുമാറാതെ അവന്റെ വഴി പ്രമാണിക്കുന്നു എന്നാണ്. ഇവിടെ യോബ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിട്ടുമാറാതെ ദൈവത്തിന്റെ വഴി പ്രമാണിക്കുകയും യോബിന്റെ കാലടികൾ ചൂടുകളെല്ലാം തന്നെ ദൈവത്തെ പിന്തുടരുകയും ചെയ്യും. എന്തിനു വേണ്ടിയാണ്? സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 വാക്യത്തിലേക്ക് പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ പിതാവ് എവിടെയാണ് താമസിക്കുന്നത്? സ്വർഗീയ ഭവനത്തിലാണ്, അല്ലെ? അപ്പൊ പിതാവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ നമ്മൾ സ്വർഗീയ ഭവനത്തിൽ എത്തണം. അപ്പൊ സ്വർഗീയ ഭവനത്തിൽ എത്തിപ്പെടാനുള്ള വഴി എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് നമ്മൾ മനസ്സിലാവുന്നു. അപ്പൊ എങ്ങനെയാണ് എത്തിപ്പെടാൻ പറ്റുക എന്ന് വെച്ചാൽ എന്താണ്? ആ വഴികളെല്ലാം തന്നെ തിരുവചനത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ തിരുവചനത്തെ മാതൃകയാക്കി ജീവിക്കണം. അതുപോലെ എന്താണ് ഇയ്യോ പറഞ്ഞതുപോലെ നമ്മുടെ വഴികളെല്ലാം, നമ്മുടെ കാലടികളെല്ലാം എന്താണ്? തിരുവചനത്തെ ആസ്പദമാക്കി വെക്കണമെന്നാണ്. അതായത് നമ്മുടെ ജീവിത രീതികൾ എല്ലാം മാറ്റം വരുത്തുമ്പോൾ എന്താണ്? നമ്മൾ തിരുവചനത്തെ അടിസ്ഥാനമാക്കി മാറ്റം വരുത്തി ജീവിക്കേണ്ടതാണ് എന്നുകൂടെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ്? നമ്മൾ സ്വർഗീയ രാജ്യത്തിൽ നമ്മുടെ വഴികളെല്ലാം നേരെയാകുമ്പോൾ നമ്മൾ എവിടെ എത്തപ്പെടുന്നു? അന്ത്യമായി നമ്മൾ സ്വർഗീയ രാജ്യം എന്ന ലക്ഷ്യപൂർത്തീകരണത്തിൽ അല്ലെങ്കിൽ സ്വർഗീയ രാജ്യത്ത് നമ്മൾ എത്തിപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 17 22 23 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ എന്നാണ്. അതായത് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മഹത്വം ആർക്കും തന്നിരിക്കുന്നു? നമുക്ക് നൽകിയിരിക്കുന്നു എന്നാണ്. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് നീ എന്നെ സ്നേഹിച്ചതുപോലെ അവരെ സ്നേഹിക്കണം. കർത്താവായ യേശു ക്രിസ്തു പിതാവ് സ്നേഹിക്കുന്ന പോലെ തന്നെ എന്താണ്? നമ്മളെ പിതാവ് കർത്താവായ യേശു ക്രിസ്തു സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാണ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒന്നായിരിക്കുന്നത്? അതുപോലെ നമ്മൾ എന്താണ്? മനുഷ്യരായ നമ്മൾ എല്ലാവരും കർത്താവായ യേശുവിന് ഒന്നായി തീരണം എന്നുകൂടെ ഒരൈക്യം കൂടെ നമ്മളിവിടെ കാണുന്നുണ്ട്, അല്ലെ? നീ ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ഇങ്ങനെ നമ്മൾ തിരുവചനത്തിന് അടിസ്ഥാനമാക്കി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി നമ്മുടെ കാലടികളെല്ലാം ക്രമപ്പെടുത്തി ഒന്നായിരിക്കുമ്പോൾ എന്താണ്?
നമ്മൾ എവിടെ എത്തപ്പെടുന്നു? സ്വർഗരാജ്യത്തിൽ എത്തപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. തിരുവെഴുത്തുകൾ പിന്തുടരുന്നത് സുരക്ഷിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുന്നു. സത്യത്തിന്റെ വഴി പിന്തുടർന്ന് നിർത്തുമ്പോൾ ആളുകൾ മരണത്തിലേക്ക് നയിക്കുന്ന പാതകളിലേക്ക് നയിക്കപ്പെടുന്നത്. അത് നമ്മൾ സത്യത്തിന്റെ വഴി എപ്പോഴാണ് പിന്തുടരാൻ നിർത്തുന്നത്? എവിടെ വെച്ചാണ് നമ്മൾ സത്യത്തെ പിന്തുടരാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്? അവിടെ വെച്ച് നമ്മൾ ആരെ പിന്തുടരുന്നു? യഥാർത്ഥത്തിൽ മരണത്തെ അല്ലെങ്കിൽ നാശത്തെ പിന്തുടരുന്നു എന്ന് പറയുന്നു. ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു പാതയിലൂടെ ഒരു സമയത്ത് നടക്കാൻ കഴിയുള്ളൂ. ഒന്നില് സത്യത്തിന്റെ പാതയിലൂടെ, അല്ലെങ്കിൽ അസത്യത്തിന്റെ പാതയിലൂടെ. സത്യത്തിന്റെ പാതയിലൂടെ നയിക്കപ്പെടുമ്പോൾ സ്വർഗ്ഗരാജ്യത്ത് എത്തപ്പെടുകയും അസത്യത്തിന്റെ പാതയിൽ എത്തപ്പെടുമ്പോൾ നാശത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. യേശു പറഞ്ഞതുപോലെ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു ഇങ്ങനെ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 8-31-32 എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരാകും, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ നിലനിൽക്കുന്നുവെങ്കിൽ എന്താണ്? ആ വചനത്തിൽ നമ്മൾ നിലനിൽക്കുന്നു. എന്താണ്? നമ്മൾ സത്യം അറിയും, സത്യം നമ്മെ ഏതിൽ നിന്ന് സ്വതന്ത്രരാക്കും? പാപത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാക്കുകയും നേരായ പാതയിലൂടെ സത്യത്തിലൂടെ സഞ്ചരിച്ച് ദൈവഭവനത്തിലായ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യുമെന്ന് ഈ വാക്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അല്ലെ, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഏറ്റവും വളരെ സേഫസ്റ്റ് റോഡാണ് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള റോഡാണ് തിരുവചനത്തിന്റെ സ്വർഗീയ പാത എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഈ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് സ്വർഗീയ ഭവനത്തിലെ ഒത്തൊരുമയോടെ എത്തിച്ചേരേണ്ടതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതൽ വാസം ചിന്തയുമേ തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസുരങ്ങൾ അധിവസിക്കുന്നവനെ അങ്ങനെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷത്തിന് വേണ്ടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ഇന്നത്തെ ദിവസം നമുക്ക് ദാനം ചെയ്തതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ദൈവം ഞങ്ങൾക്ക് രാത്രി സുഖനിധി തന്ന് അവിടെ നിന്ന് കാത്തു സൂക്ഷിച്ചതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ഇന്നത്തെ ദിവസം ഞങ്ങൾ തിരുവരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഇന്നത്തെ ദിവസത്തെ അവിടെ നയിക്കപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ എല്ലാവരും തിരുവരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് നേരായ പാതയിൽ, സ്നേഹത്തിന്റെ പാതയിൽ, സത്യത്തിന്റെ പാതയിൽ, സ്വർഗരാജ്യത്തിൽ എത്തപ്പെടുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ പാതയിൽ ഞങ്ങളെല്ലാവരും നയിക്കുമാറാകണമെന്ന് യേശുക്രിസ്തു നാം താഴ്മയെ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമേൻ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.